ഇന്ന് നിയമസഭയിൽ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അത് അവസാന നിമിഷം വാച്ചൻ വാർഡർമാരുടെ ഇടപെടലിലേക്ക് എത്തുന്ന സാഹചര്യം. ഏതായാലും സഭ പൂർണ്ണമായും സ്തംഭിച്ച് ഇന്നത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു. ഇന്ന് സഭയിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? മുഖ്യമന്ത്രി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പ്രകോപിതനായിരുന്നല്ലോ. രണ്ട് മൂന്ന് ആംഗിൾ ഇതിനുമായി പ്രത്യേകം പറയേണ്ടതുണ്ട്. ഒന്ന്, ഏറ്റവും മർമ്മപ്രധാനമായ ഘടകം, പ്രതിപക്ഷത്തിന് ഇത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ കാണുകയുണ്ടായി. അവരോട് പറയുന്നു, ഞങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ചോദ്യോത്തര വേളയുടെ സമയത്ത് തന്നെ ഞങ്ങൾക്ക് സഭ ബഹിഷ്കരിക്കാമായിരുന്നു. ഞങ്ങൾക്ക് ബഹിഷ്കരിക്കാം, അടിയന്തര പ്രമേയത്തിന് നോട്ടീസും കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ട സഭ ബഹിഷ്കരിക്കാം. ഞങ്ങൾ ചെയ്തില്ല. അവിടെ അതിന് മതിയായ കാരണം ഉണ്ടായിരുന്നു. അവിടെ 49 ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ, നക്ഷത്ര ചിഹ്നമിടാത്തതായ ചോദ്യങ്ങളാക്കി അൺസ്റ്റാർഡാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റും സ്പീക്കറൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് അത് ഉയർത്തി ഞങ്ങൾ പ്രതിഷേധിച്ചു. അവിടെ പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ബഹിഷ്കരിച്ച് വന്നതിന് ശേഷം 2-3 കാര്യങ്ങൾ നടന്നു. ഒന്ന്, സ്പീക്കർ പറഞ്ഞു തനിക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും നിയമസഭാ രേഖയിൽ ഉണ്ടാവില്ല. സ്പീക്കർക്കെതിരായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സഭാരേഖയിൽ നിന്ന് നീക്കി. രണ്ടാമത്തെ കാര്യം, അടുത്ത് സംസാരിച്ച പാർലമെന്ററി കാര്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെ വളരെ വളരെ രൗദ്രഭാവത്തോടു കൂടി സംസാരിച്ചു. മുഖ്യമന്ത്രി ഒരു പടി കൂടെ കടന്ന് വ്യക്തിപരമായി ആക്ഷേപിച്ചു. നിലവാരമില്ലാത്തവൻ എന്നതായിരിക്കുന്ന പദപ്രയോഗം ഉൾപ്പെടെ നടത്തി മുഖ്യമന്ത്രി സംസാരിച്ചു. ഞങ്ങൾ അകത്ത് കടന്നപ്പോൾ ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സഭാരേഖയിൽ നിന്ന് മാറ്റി. എനിക്കെതിരായി മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും പറഞ്ഞു. ഞങ്ങളുടെ പ്രൈം ഡിമാൻഡ് എന്തായിരുന്നു? ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യം, ഞങ്ങളുടെ ആവശ്യം, മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെതിരെ സംസാരിച്ചതായിരിക്കുന്ന അൺപാർലമെന്ററി ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ സഭാരേഖയിൽ നിന്ന് മാറ്റണം. അതായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഒരൊറ്റ കാര്യം സ്പീക്കർക്ക് പറഞ്ഞാൽ മതി. സഭ നടത്തിക്കൊണ്ടു പോകാനാണ് അവരുടെ താല്പര്യമെങ്കിൽ ഒരൊറ്റ കാര്യം സ്പീക്കർക്ക് പറഞ്ഞാൽ മതി. എന്താ? ഞാനിത് പരിശോധിക്കാം. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. സ്പീക്കർ ഭരണപക്ഷത്തിൻ്റെ ടൂള് പോലെ പ്രവർത്തിച്ച ഖേദകരമായ ദിവസമാണിത്. അദ്ദേഹം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം ആ ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഞാൻ പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ അപ്പം അവസാനിച്ചു പ്രശ്നം. അദ്ദേഹം ചെയ്തില്ല. 3 പേരാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ. ഒന്ന്, വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. 2, കേരളത്തിൻ്റെ പാർലമെന്ററി കാര്യമന്ത്രി. 2, ഇത് പരിശോധിക്കാം എന്ന് പോലും പറയാതെ ഭരണപക്ഷത്തിന് മാത്രം ഒരു പ്രത്യേക നീതി കൊടുത്ത് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ അവകാശങ്ങളും ഹനിക്കാൻ നേതൃത്വം കൊടുക്കുന്ന സ്പീക്കറുടെ നടപടിയാണ് മൂന്നാമത്തെ കാര്യം. ഈ 3 ആളുകളാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. ഞങ്ങൾ പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ ചേർന്നു, UDF-ന്റെ. ഞങ്ങൾ 2 കാര്യം ചർച്ച ചെയ്തു. ഞങ്ങൾ ഇന്നലെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അടിയന്തര പ്രമേയത്തിന് അനുവാദം തന്നില്ലെങ്കിൽ എന്ത് രീതിയിൽ അവിടെ സംസാരിക്കണം. 2, അടിയന്തര പ്രമേയം അനുവദിച്ചാൽ ആരൊക്കെ സംസാരിക്കണം. ഞങ്ങളിതൊക്കെ പ്രിപ്പയർഡായിട്ട് പോയ ദിവസം. അത് ഞങ്ങൾ എന്തിനും പ്രിപ്പയർഡായി പോയ ദിവസമാണിത്. കൈസൺ ആരാ കൈസൺ? എന്തിന് ഡൽഹിയിൽ പോയി അദ്ദേഹം അഭിമുഖം കൊടുത്തു? അവർക്ക് റിലയൻസ് അടക്കമുള്ളതായിരിക്കുന്ന മറ്റുള്ള സംവിധാനങ്ങളുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രി എന്തേ മലയാളത്തിൽ അഭിമുഖം കൊടുക്കാതിരുന്നത്? എന്തേ താൻ പറയാത്ത കാര്യമാണ് അവർ പറഞ്ഞതെങ്കിൽ എന്തേ ഒരു ലീഗൽ കേസ് പോലും ഇനീഷ്യേറ്റ് ചെയ്യാൻ ഒരു നടപടിയെടുക്കാത്തത്? ഇതൊക്കെ ആർക്ക് വേണ്ടിയുള്ള നാടകമാണ്? ഇതൊക്കെ ചോദിക്കാൻ ഞങ്ങൾ ഇന്ന് ശ്രമം നടത്തി. ഇന്ന് സ്പീക്കർ സഭ പിരിച്ചുവിട്ടു. പക്ഷേ പുറത്ത് ഞങ്ങൾ നാളെയും മറ്റന്നാളുമായി സഭയ്ക്കകത്ത് ഇതേ പ്രശ്നം ഉയർത്തി. മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശങ്ങൾ അത് ഇന്ന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം അവിടെ നഷ്ടമായി. ഇനി ഈ വിഷയം എങ്ങനെ സഭയിൽ ഉന്നയിക്കും? ഇന്ന് നഷ്ടമായതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം 3 ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള പരാമർശം പരിശോധിക്കാം എന്നുപോലും പറയാതിരുന്ന സ്പീക്കർ. 2, വ്യക്തിപരമായി മുഖ്യമന്ത്രിക്ക് നന്നായി പൊള്ളുന്നുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗവും സംസാരവും ഇടപെടലൊക്കെ. അതിൻ്റെ ഭാഗമായി വ്യക്തിപരമായി അദ്ദേഹം ഇന്ന് വളരെ മോശമായി സംസാരിച്ചു. ആ പരാമർശത്തിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി, അതിനെ സാധൂകരിക്കുന്നതായിരിക്കുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത പാർലമെന്ററി കാര്യമന്ത്രി. ഈ 3 ആളുകളാണ് ഇന്നത്തെ സഭാ നടപടികൾ നിർത്തിവെക്കുന്നതിലേക്ക് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ആളുകൾ. ഞങ്ങൾക്ക് സഭ നിർത്തിവെക്കാനൊന്നും പറ്റില്ല. സഭ നിർത്തിവെക്കേണ്ടത് സ്പീക്കറാണ്. ആരാ നിർത്തിവെച്ചത്? അവരാണ് നിർത്തിവെച്ചത്. പിന്നെ ഈ വിഷയം ഇന്നത്തെ ചർച്ച ഇന്നുകൊണ്ട് അവസാനിക്കില്ല.
ഞങ്ങളിത് നിയമസഭാ തളത്തിൽ ഇത് ചർച്ച ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പുറത്ത് മറുപടി പറഞ്ഞില്ല, എഴുന്നേറ്റ് പോവുക ചെയ്തത്, ചിരിച്ച് എഴുന്നേറ്റ് പോവുക ചെയ്തത്. അകത്ത് പറയിപ്പിക്കും, തർക്കം വേണ്ട. ഏതായാലും ഇന്നത്തെ ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട ആ വലിയ തർക്കങ്ങൾ ഇവിടെ അവസാനിക്കില്ല. PR കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, മലപ്പുറത്തിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ, അത് വരും ദിവസങ്ങളിൽ ശക്തിയുക്തം നിയമസഭയ്ക്കകത്ത് തന്നെ ഉന്നയിക്കുമെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ ടി സിദ്ദിഖ് MLA വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ R. റോഷിപ്പാൽ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.